ഹലോ ഗായ്സ്, വേലയും പൂരവും ഇഷ്ടമല്ലാത്ത ആരാ അവിടെ ഉള്ളത്? അതേപോലെ തന്നെ വേലയും പൂരവും എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായി. പൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അലുവയും ആ ചോക്ക് മിഠായിയൊക്കെയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താ ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പോരാണ്ട് അവിടെ നിറയെ ബ്രേസ്ലെറ്റ്, നല്ല നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താണ്, നല്ല വില കൂടുതലായിരിക്കും. കടയിലുള്ളതിൻ്റെ ഇരട്ടിക്ക് വിലയായിരിക്കും അവിടെ. സോ അത് കാരണം ഒരുപാട് സാധനങ്ങളൊന്നും മനസ്സില്ല, എന്നാലും എനിക്കിഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടുത്തെ ബലൂണാണ് ഹൈലൈറ്റ്. ഹൈഡ്രസ് എന്ന് പറഞ്ഞാൽ ബലൂണ് മാനത്തിലൂടെ പൊന്തി നിൽക്കുന്നതാണ്, എന്ത് ഭംഗിയാ. പിന്നെ പോണ വഴിക്ക് ഒരു ഏട്ടൻ കണ്ണ് കാണാതെ അവിടെ നിന്ന് പാട്ട് പാടുന്നു. കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പൊട്ടി ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ അവർക്ക് വേണ്ടി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നടന്ന് പൂരപ്പറമ്പിലേക്ക് പോയി. വേലയും പൂരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നടന്ന് പോയി. അങ്ങനെ ഒരു അമ്പലം എത്തി ഗൈസ്. റോഡ് മുഴുവൻ ആളുകളും തിരക്കും, അങ്ങനെ കുറേ സംഭവങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ മെല്ലെ നീങ്ങി അങ്ങനെ ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് എത്തി. അവിടെ പോയപ്പോഴായിരുന്നു അവിടെ ജനങ്ങളുടെ കൂട്ടം. അപ്പം അതിനിടയിലായിരുന്നു കോളിഫ്ലവർ ഒക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കഴിക്കണമെന്ന് തോന്നി. സോ അത് ഞാനത് വാങ്ങിച്ചു. പിന്നെ അത് പോരാണ്ട് അക കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നി. ഇങ്ങനെ ചോക്കോബാറും വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് നിൽക്കുമ്പോഴായിരുന്നു ആ ഭംഗിയുള്ള കാഴ്ച ഞാൻ